എലിസിഫോലിയസ്, ചെറു ഉപ്പട്ടി, പൊട്ടി. ഇതൊക്കെ ഇവിടുന്ന് പഠിച്ചു വെക്കണം. എന്നിട്ട് അവിടെ പോയിട്ട് നമുക്ക് മനസ്സിലാക്കണം ഇതൊക്കെ ഏതാണ്. വലിയ ഉപ്പട്ടി, വാഴ പോലത്തത് വലിയ ഉപ്പട്ടി. ഓക്കെ, കുറ്റിക്കണ്ട്. എനിക്ക് പ്രാന്തൻ കണ്ടൽ കണ്ടാൽ മതി. ആ കാണിക്ക് പ്രാന്തൻ കണ്ടൽ. നമുക്ക് അഡ്വഞ്ചർ വീണ്ടും. അതെ, അയ്യോ നമ്മൾ എവിടെയാ പറഞ്ഞു കൊടുക്കുന്നേ? കടലുണ്ടി ബേർഡ് സാങ്ച്വറി. കടലുണ്ടി ബേർഡ് സാങ്ച്വറിയിൽ നമ്മൾ ബോട്ടിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ മാത്രമാണ് ഗൈസ്. പിടിക്കേണ്ട ആംഗിളൊക്കെ കൊള്ളാവുന്നു. ഇതെങ്ങനെ ഇങ്ങനെ ചെയ്തു കിട്ടോ, അല്ലെങ്കിൽ പ്ലിക്കുന്നത് പോയി. ഓക്കെ ഗൈസ്, നമ്മളിനി 1 hour ഫുൾ വെള്ളത്തിലിരിക്കും. ഒന്നി വെള്ളം ഗൈസ് പീസ്ഫുൾ. അതെ, ഓക്കെ. ചാടാൻ ഞാൻ റെഡി നിൽക്കും. നേരെ ഇങ്ങോട്ട് പ്ലിക്ക്. നടന്ന് കളിക്കാൻ പറ്റുമോ ബോട്ടിൽ? എന്നാ അങ്ങോട്ടോ ഇങ്ങോട്ടോ. അയ്യോ, ഫോട്ടോ എടുക്കട്ടെ. മുകളിലേക്ക് ഒരു സാധനം വരും. എവിടെ? അതാ ഉപരിയുള്ള വടിയാ. പി ഹായ് ഗൈസ്, നമ്മളിപ്പോൾ ഉള്ളത് വ്ളോഗല്ല, എനിക്ക് വേണ്ടി. നമ്മളിപ്പോൾ ഉള്ളത് എവിടെയാ? ഇതൊക്കെ കടലുണ്ടി ബേർഡ് സാങ്ച്വറിയിലാണ്. ഇതുവർ പറഞ്ഞത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ഐലൻഡുകളായിട്ട് ഇടയ്ക്ക് കുറേ ഐലൻഡുകളായിട്ട് ഇങ്ങനെ എന്തോ സെറ്റാക്കിയ സംഭവമാണ് തോന്നുന്നത്. പിന്നെ പല ബേർഡ്സും വരും എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ നമുക്കിപ്പോൾ ഇവിടെ ബേർഡ്സ് ഒന്നും കാണാൻ പറ്റില്ല. പിന്നെ ബോട്ടിങ് ചെയ്യും. മീമി ചാടുന്നു. അതാ വീവ്. ഇതാണ് വീവ്. തിരിയുള്ളൂ, പക്ഷെ നേരത്തെ കുറച്ച് വല്ലാത്ത വീവ്. ബീച്ചല്ലേ അപ്പുറത്തപ്പുറത്ത്. കുറേ ഏകാന്തതയിലൊരു മരക്കഷ്ണം. നമ്മളിങ്ങനെ കണ്ടൽക്കാടുകളുടെ അടുത്തേക്ക് ഇങ്ങനെ എത്താനായി. ഇത് സ്ഥലത്തിനൊരു പ്രത്യേകത ഉണ്ട്. ഇത് കായലും അത് കടലും. അപ്പം ഇപ്പം നമ്മൾ കായൽ സൈഡിലാണ്. കായൽ തന്നെയല്ലേ അല്ലേ? ഇടയ്ക്കൊരു കടലിൻ്റെ വൈബും കിട്ടും. കായലാണോ റിവറാണോ? റിവറാണ്. അവരപ്പുറത്തേക്ക് പോകുന്നുണ്ട്. അറിയാം അതറിയാം. അറിയാം. ഏത് വഞ്ചി ആണല്ലേ? അവിടെയാണ് കടലുണ്ടി തീവണ്ടി അപകടം. പ്രത്യേകത എന്താ പറയുക, ഇവിടെ ഓരോ സൈഡിലും ഓരോ ടൈപ്പ് ഓഫ് മാംഗ്രോവ്സാണ്. കണ്ടൽക്കാട്, റെയിൽ ട്രാക്ക്. നമ്മളിപ്പോൾ പാലത്തിൻ്റെ അടിയിലാണ്. Oh, that's close. നമ്മള് ഇങ്ങനെ കൊണ്ടുപോയിട്ട് ഫോട്ടോ എടുക്കും. അയ്യോ,
വീണ്ടും ലൈഫ്. ഇത് ലൈവാ അല്ലല്ലേ? നമ്മളിതിൻ്റെ ഉള്ളിലേക്ക് പോവും, ഇങ്ങനെ ബോട്ടിൽ അതുക്കുള്ള ഉള്ളിലേക്ക് പോവും. ഇതാണ് ഉണ്ണി മായ. അറിയാത്തവർക്ക് പരിചയപ്പെടുത്തിയത്. ബോട്ടിലേക്ക് നമ്മൾക്ക് ഭയങ്കര സന്തോഷത്തില്ല. കാരണം നമ്മൾ ബോട്ടിൽ കയറിയ സമയത്ത് ബോട്ടിൻ്റെ ചേട്ടൻ പറഞ്ഞു ഇപ്പം എന്താണ് നമ്മളങ്ങനെ പോകാൻ ഇതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇത്രയും നേരം. ഞാൻ അതിലൊക്കെ സംസാരിക്കുന്നു. നല്ല ചേട്ടാ നമ്മൾ ഇതിലേ പോവാ ഇങ്ങോട്ട് പെടുന്നതുകൊണ്ട് കുഴപ്പമില്ല. ശീലമായി പെട്ട് ഷാമു പറയണ സണ്ണ് സെറ്റായിന്ന്. ആരായിട്ടാ സെറ്റായേ? അയ്യോ ഉണ്ണി പ്ലീസ്, വെള്ളത്തിലേക്ക് ഞാൻ ചാടിപ്പോയുണ്ടല്ലോ. ചളി പറയാൻ പറ്റിയ ആളുടെ ഒരു ഇഷ്ടംമാതിരി ചളിയുണ്ട്. വയ്യ എവിടുന്ന് ഓൾമോസ്റ്റ് ബാക്ക്. തിരിച്ചെത്താറായി. ഉണ്ണി വ്ളോഗ്. Guys, go watch. Full video coming soon. ഉണ്ണിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യൂ. മഴ ഉണ്ടോ? സൺസെറ്റ് ഉണ്ട്, നല്ല സൺസെറ്റ്. So we are actually done with that boating stuff. Yeah. Yes. It was nice. Yeah, both are nice. നല്ല രസമുണ്ട്. Look you. A lot of steps. കുളം. ഇത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഈ സ്റ്റെപ്പ് കയറി കഴിഞ്ഞാൽ അമ്പലത്തിൽ ഇല്ല. അതാണ് ഭയങ്കര സൈഡിൽ സ്റ്റെപ്പ്. ഇതൊരു അമ്പലം പോലത്തെ എന്തോ ആണ്. അമ്പലം എന്തോ ആണ് തോന്നുന്നത്. പക്ഷെ മെയിൻ അമ്പലം കുളം. Hey. Workout for the day done. കൊരങ്ങന്മാരുണ്ടാവും. ഉണ്ണി കണ്ടോ കൊരങ്ങൻ? മോങ്കി. ഗൈസ് മോങ്കി അതാ വീണ്. മോട്ടിവേഷൻ ഇംഗ്ലീഷ്. This is nice. Nice atmo. ഗൈസ് നമ്മളിപ്പോൾ ഒരു അമ്പലത്തിൻ്റെ ബാക്ക് സൈഡിലാണ്. പക്ഷെ ഇത് ഒരു അമ്പലത്തിൻ്റെ ബാക്ക് സൈഡാന്ന് പറഞ്ഞാലും വിശ്വസിക്കൂല. It's a viewpoint kind of thingy. It's so nice. അമ്പലം അപ്പുറത്തുണ്ട്, അത് ക്ലോസ് ആയി. ടൈം ലേറ്റായി, അമ്പലം ക്ലോസ്ഡ്. We are going back again. വീണ്ടും ടൈമായി. സ്റ്റെപ്പുണ്ട്. സ്റ്റെപ്പ് പൂച്ചി ഹിമനെ വട്ടെടുത്ത്. Cool coffee here. Oreo. Oreo biscuit വെച്ചില്ല. ഓടി